ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് 1 തെസ്സലോനിക്കർ 2:2. എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് തന്നു. എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും നടുവിലല്ല, എല്ലാ തികവിന്റെയും നിറവിന്റെയും ഒക്കെ നടുവിൽ അല്ല ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത്. പലപ്പോഴും ഇല്ലായ്മകളുടെയും കുറവുകളുടെയും കണ്ണുനീരിന്റെയും ഒക്കെ നടുവിലാണ്. തിരുവചനം പറഞ്ഞു തരുന്നത് പോലെ തന്നെ കഠോരമായ ക്ലേശങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് തന്നു. അതെ, എല്ലാ കുറവുകളുടെയും നടുവിലും ഈ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് തന്നു. അത് ഞങ്ങളുടെ കഴിവല്ല, അത് ഞങ്ങളുടെ മേന്മയൊന്നുമല്ല, ദൈവം തന്ന ശക്തിയാണ്. ആ ആത്മശക്തിയാൽ തന്നെയാ മുന്നോട്ട് പോകുന്നത്. എങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാൻ അവിടുന്ന് തരുന്ന ബലത്തിനും ശക്തിക്കും നന്ദി പറയാം. പൗലോസ്ലീഹ പറഞ്ഞു തരുന്നത് പോലെ തന്നെ ഈ ക്ലേശങ്ങളുടെയൊക്കെ മധ്യേ അവിടുത്തെ സുവിശേഷം ധൈര്യപൂർവം ഇനിയും പ്രഘോഷിക്കാൻ കരുത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ കർത്താവ് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ്. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ. അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.